ഹേ ഗൈസ്, എല്ലാവർക്കും മല്ലു റിപ്പി പാസ്ത വേൾഡിലേക്ക് ഒരു സ്വാഗതം. ഗൈസ്, ഞാൻ കുറച്ച് മുമ്പ് ഒരു 2 മണിക്കൂറൊക്കെ മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗൈസ്, മറ്റേ ഡിസ്റ്റോർട്ടഡ് അലക്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. എന്നിട്ട് ഈ വീഡിയോ കാണണേ. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണേ ഗൈസ്. പ്ലീസ് എല്ലാവരും എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിന്ന് പറയാൻ പോണത് ഒരു എൻറ്റിറ്റിയുടെ കഥയെക്കുറിച്ചാണ്. ഇതൊരു 2 ഫ്രണ്ട്സിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കഥയാണ്. ഓക്കെ, നമുക്ക് ലാഗടിപ്പിക്കാതെ തന്നെ കഥയിലോട്ട് കിടക്കാം. 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ 2 ഫ്രണ്ട്സിൻ്റെ പേര്, ഒരുത്തൻ്റെ പേര് അലക്സ് എന്നും ഒരുത്തൻ്റെ പേര് സ്റ്റീഫൻ എന്നുമായിരുന്നു. അങ്ങനെ ഈ 2 ഫ്രണ്ട്സും കൂടി ചേർന്ന് ഒരു വേൾഡ് തുടങ്ങുകയായിരുന്നു. പ്രൈവറ്റ് വേൾഡ് തുടങ്ങുന്നു. ഇവർ 2 ദിവസത്തിന് ശേഷമാണ് ആ പ്രൈവറ്റ് വേൾഡിൽ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസത്തിന് ശേഷമാണ് ആ പ്രൈവറ്റ് വേൾഡിൽ ഇവർ കയറണത്. അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞ്, ഇവിടെ 2 ദിവസമായില്ലേ, നമുക്ക് ആ പ്രൈവറ്റ് നമ്മളുണ്ടാക്കി അത് കളിക്കാം. അങ്ങനെ ഇപ്പോൾ ഫ്രീ ആയിരുന്നു, അവർക്ക് ഫ്രീ ആണ്. അങ്ങനെ അവർ 2 പേരും അതിൻ്റെ അകത്ത് കളിക്കാൻ കയറി. ആ പ്രൈവറ്റ് വേൾഡിൽ കളിക്കാൻ കയറി. എല്ലാം നോർമലായിരുന്നു. ഇവർ മരമൊക്കെ കൊത്താൻ തുടങ്ങി, സ്റ്റോണൊക്കെ കൊത്തിയെടുക്കാൻ തുടങ്ങി, കോൾ, അങ്ങനെ കുറച്ച് റിസോഴ്സസൊക്കെ ഇവർ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇവർ വില്ലേജ് കണ്ടുപിടിച്ചു. അതിലൊക്കെ അവിടെ കയറി റെയ്ഡ് ചെയ്തു. പിന്നെ ഇവർ കുറച്ചൊരു ഹൗസൊക്കെ ഉണ്ടാക്കി. ഇവർക്ക് താമസിക്കാൻ പറ്റിയൊരു ഹൗസൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എല്ലാം നോർമലായിരുന്നു. അങ്ങനെ അലക്സ്, ഇവർ 2 പേരും ഇങ്ങനെ ഈ ഓക്കുണ്ടല്ലോ അത് കൊത്തിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അലക്സ് ഒരു കാര്യം കാണുമായിരുന്നു. അലക്സ് കണ്ടത് ഈ ഡെർട്ടും കോബിൾ സ്റ്റോണൊക്കെ വെച്ച് ഉണ്ടാക്കിയ, ഈ ഓക്ക് വുഡും ഒക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഭയങ്കര ചളവളാന്നുണ്ടാക്കിയ ഒരു ബ്രിഡ്ജ് കാണുകയായിരുന്നു. അങ്ങനെ സ്റ്റീഫനോട് പറഞ്ഞു, എടാ എന്താടാ ഇത്, ഇതെന്താ ഇങ്ങനെ, ഇതാരാ ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, എടാ ഇത് ഞാൻ ചിലപ്പോൾ ചെയ്തതായിരിക്കും. ഈ വഴി മറക്കാതിരിക്കാൻ, വന്ന വഴി മറക്കാതിരിക്കാൻ ഞാൻ ചിലപ്പം ഇത് ചെയ്തതായിരിക്കും. എന്നാൽ വലിയ ഉറപ്പില്ല, എന്നാൽ ചെയ്തായിരിക്കും, എനിക്ക് ഓർമ്മയില്ല, എന്നാലും ചെയ്തതായിരിക്കും അവൻ പറഞ്ഞു. അങ്ങനെ അത് രണ്ടും അവർ കാര്യമാക്കാതെ അവർ മുമ്പോട്ട് പോയി. അങ്ങനെ പോയി ഇവർ കുറച്ച് ആടിനെയൊക്കെ കൊന്ന്, ഷീപ്പിനെയൊക്കെ കൊന്ന്, ഇവർ ഈ ഡെസേർട്ട് ഉണ്ടല്ലോ, ഡെസേർട്ട് അവിടെയൊക്കെ പോയി ഇവർ അതൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചിറങ്ങിയപ്പം ഭയങ്കര വീടായിട്ടുള്ളൊരു കാര്യം കണ്ടു. കാരണം ഈ ടോർച്ച് ഉണ്ടല്ലോ, ഈ കേവൊക്കെ, ഈ യു ഷേപ്പിരിക്കണ കേവ് ഉണ്ടല്ലോ, അതിന് അകത്തോട് കയറി പുറത്തിറങ്ങണ യു ഷേപ്പിലുള്ള കേവ്, ആ പാത്തിലൂടെ കുറേ ടോർച്ചസ് ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചിരിക്കണത് അവർ കണ്ട്. ഇവർ ഭയങ്കര സ്ട്രേഞ്ചായിട്ട് തോന്നി. ഇവർ ആ ടോർച്ച് പോണ ഭാഗത്തോട് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇവർ എത്തിയത് ഭയങ്കര വിയർഡ്നെസ്സും ക്രീപ്പിയസ്റ്റും ആയിട്ടുള്ള കുറച്ച് സ്റ്റഫുകൾ കാണുകയായിരുന്നു. കാരണം കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയ വലിയ ടവറും കുറേ ബ്രൂയിൻ്റ് സ്റ്റാൻഡൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതും, പിന്നെ കുറേ ബെഡൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കണം, ടാബ് ഡോർസും കുറേ റെഡ് സ്റ്റോൺ ടോർച്ചൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു ഇവർ കണ്ടത്. ഇവർ കുറച്ച് പേടിച്ച്. ഇപ്പം സ്റ്റീഫൻ പറഞ്ഞ്, എടാ ഇത് അടിയിൽ വല്ല മോബ് സ്പോണർ ഉണ്ടായിരിക്കും, ആ ജനറേറ്ററിൻ്റെ ഗ്ലിച്ച് വല്ലതായിരിക്കും, ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. ഉറപ്പില്ലെന്ന് പറഞ്ഞ് ഇവർ 2 പേരും പോയി. പിന്നെ കളി തുടർന്നു. അങ്ങനെ ഇവർ കുറച്ച് പന്നികളെ കഴിക്കാനൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കുറച്ച് പന്നികളെ കൊന്ന് വന്നപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് ഒരു വീടുണ്ട്. പെട്ടെന്ന് 2 പേരെ കണ്ട് അങ്ങനെ സ്തംഭിച്ച് അവിടെ തന്നെ അങ്ങനെ നിന്ന്. ഇവർ 2 പേരും, ആ വീടെന്ന് പറയുന്നത് ഭയങ്കര ചളവളാന്ന് ഉണ്ടാക്കി, ഡേർട്ടൊക്കെ വെച്ചുണ്ടാക്കിയ ഉണ്ടാക്കി വെച്ചൊരു വീടായിരുന്നു. ഡേർട്ടും സ്റ്റോണൊക്കെ വെച്ചുണ്ടാക്കിയ ചളവളാന്ന് പറഞ്ഞ ഒരു വീടായിരുന്നു അത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറി. ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതാരാ ഉണ്ടാക്കിയ, അവർ 2 പേരെല്ലാം ഉണ്ടാക്കി, ഇവരാരാ ഉണ്ടാക്കിയെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞു, എടാ ഇത് നമ്മളെ IP അഡ്രസ്സ് വെച്ച് ആരാ ഹാക്ക് ചെയ്ത് ഈ വേൾഡിൻ്റെ അകത്ത് കയറിയതായിരിക്കും എന്ന് പറഞ്ഞു.
യാവനായാലും അപ്പം സ്റ്റീഫൻ പറഞ്ഞ് യാവനായാലും നമ്മളെ പിടിച്ചിരിക്കും അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഇവർ ഈ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പം അതാ ബോബി ഫ്രണ്ടിരിക്കും. ബോബി എന്ന് പറയുമ്പോൾ ഈ അലക്സിൻ്റെ സ്കിന്നുണ്ടല്ലോ, നോർമൽ അലക്സിൻ്റെ സ്കിന്ന്, അത് വിട്ട് ഒരു പ്ലെയർ വെളിയിൽ, ഒരു അലക്സിൻ്റെ സ്കിന്നിട്ട് കൊണ്ട് വെളിയിൽ ഒരാൾ നിൽക്കുന്നു. ബോബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മുകളിൽ, മറ്റേ നെയിമിൻ്റെ അവിടെ ബോബി 1545 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവർ പറഞ്ഞ് നീ ആരാടാ എന്നൊക്കെ സ്റ്റീഫൻ ചോദിച്ച്, നീ ആരാടാ, നീ എന്തിനാടാ നമ്മളെ വേൾഡിൽ കയറി ഹാക്ക് ചെയ്ത് IP അഡ്രസ്സ് ആക്കി, നാണയില്ലാതെ കളിക്കാൻ നിനക്ക് നാണയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സ്റ്റീഫൻ ആ പ്ലെയറിൻ്റെ അടുത്ത് വലിയ റൂഡായിട്ട് സംസാരിച്ചു. അങ്ങനെ പ്ലെയർ പറഞ്ഞു, അടാ ഞാൻ നിങ്ങളോട് അടിയിക്കാനല്ല വന്നത്, എനിക്ക് മൾട്ടിപ്ലെയർ ആയിട്ടൊന്ന് കളിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം സ്റ്റീഫൻ ഭയങ്കര ആ മൈൻഡ് ഒന്നും ചെയ്തില്ല, ഭയങ്കര റൂഡായിട്ട് ഈ സ്റ്റീഫൻ സംസാരിച്ചു. നിനക്ക് സ്വന്തമായിട്ട് മൾട്ടിപ്ലെയർ നിനക്ക് വേൾഡ് ഉണ്ടാക്കി കളിക്കുന്നത്, നീ എന്തിനാണ് എൻ്റെ വേൾഡിൽ കയറി കളിക്കുന്നത്, നിനക്ക് നാണയില്ല, മര്യാദയ്ക്ക് എൻ്റെ വേൾഡിൽ കയറി പൊയ്ക്കോ, അല്ലെങ്കിൽ നീ വിവരം അറിയും. അങ്ങനെയൊക്കെ വളരെ റൂഡായിട്ട് ഈ ബോബിയോട് സംസാരിക്കണം. ബോബി പറഞ്ഞു, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നുമല്ല വന്നത്, എനിക്ക് നിങ്ങളുടെ മൾട്ടിപ്ലെയർ കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയം മാറ്റാൻ നോക്കി. മനസ്സിലായി, വിഷയം ഈ ബോബി മാറ്റാൻ നോക്കി. അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞ്, നീ വിഷയം മാറ്റാതെ നീ എങ്ങനെ ഹാക്ക് ചെയ്തെന്ന് പറ. അങ്ങനെ സ്റ്റീഫൻ ചോദിച്ച്, നീ എങ്ങനെ ഈ ഹാക്ക് ചെയ്ത് അത് പറ, നീ എങ്ങനെ നമ്മൾ IP അഡ്രസ്സ് കണ്ടുപിടിച്ചു. പക്ഷേ ബോബി അതിനൊന്നും മൈൻഡ് എടുത്തില്ല. സ്റ്റിൽ അവൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കളിക്കണം, എനിക്ക് അതാണ് ആഗ്രഹം, മൾട്ടിപ്ലെയറായിട്ട് കളിപ്പിക്കുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷേ സ്റ്റീഫൻ ഇതൊന്നും മൈൻഡ് ആക്കിയത് വളരെയധികം റൂഡായിട്ടാണ് സംസാരിച്ചത്. നീ എന്തിനാണ് എൻ്റെ മര്യാദയ്ക്ക് ഇറങ്ങി പൊയ്ക്കോ, അല്ലെങ്കിൽ നീ വിവരം അറിയും, നമ്മൾ മുജാഹിദിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ബാനാക്കും, അങ്ങനെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ സ്റ്റീഫൻ പെട്ടെന്ന് ഈ സ്റ്റോൺ ആക്സ് എടുത്ത് അവനെ അടിച്ചു കൊന്നു. ഒരു പ്രാവശ്യം അടിച്ചു കൊന്നു, പിന്നെ ഒരു പ്രാവശ്യം അടിച്ചു കൊന്നു. അങ്ങനെ പറഞ്ഞ് സ്റ്റീഫൻ അലക്സ് എന്ന് പറഞ്ഞ്, എടാ അവൻ പോയായിരിക്കും, ഇനി അവൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെ പറഞ്ഞ് 1 മിനിറ്റകം ബോബി വന്നിട്ട് പറഞ്ഞ്, ഞാൻ പറയുകയാണ്, എന്നെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, എന്നെ നിങ്ങളെ കൂടെ കളിപ്പിക്കണം, എന്നെ ദേഷ്യം പിടിപ്പിച്ചാൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും, നിങ്ങൾ അതിന് അനുഭവിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഈ സ്റ്റീഫൻ അത് കേൾക്കാതെ വീണ്ടും അവനെ ഈ സ്റ്റോൺ ആക്സ് വെച്ച് അടിച്ച് കൊല്ലുന്നു. പിന്നെ ബോബി വന്നിട്ടില്ല, 2 മിനിറ്റിന് വന്നില്ല. അവൻ പറഞ്ഞ് സ്റ്റീഫൻ അലക്സ് അവൻ പോയി കാണൂടാ, എന്തായാലും അവൻ ഇപ്പോൾ പോയി കാണും അങ്ങനെ പറഞ്ഞു. പിന്നെ അങ്ങനെയൊക്കെ മനസ്സിലായി, വായ്ത്താളം ഇറക്കൂല്ലേ, വായ്ത്താളം. പിന്നെ പോയി എൻ്റെ വേൾഡിൽ കിടന്നാണ് അവൻ കുത്തി നെഗ്ലിപ്പാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് സ്റ്റീഫൻ അലക്സിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് 2 മിനിറ്റ് 1 മിനിറ്റ് പോലും ആയില്ല, 2 മിനിറ്റിനകം ബോബി പിന്നെ അവരുടെ ഫ്രണ്ടിൽ വന്നു. ബോബി ഇത്തവണ സാധാരണ സ്കിന്നിലല്ല വന്നിരുന്നു, നല്ല മറ്റേ ബ്ലഡും ഭയങ്കര ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള ഒരു ഫേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസും ഈ ബ്ലഡൊക്കെ എടുത്ത് മുഖത്തൊഴിച്ചാണെങ്കിൽ ഭയങ്കര വിയേർഡ്, ഈ മുഖമൊക്കെ ചിതറി അവസ്ഥ ഉണ്ടല്ലോ, അതേ കണക്കാണ് ഈ സ്റ്റീഫൻ്റെ മുമ്പിൽ അലക്സ് പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ എന്നെ അനുഭവിച്ചാൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞു ബോബി അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റീഫൻ അന്ന് കാര്യമാക്കാതെ, അത്രയ്ക്കായ ഇത്ര ഈ അഴുക്ക സ്കിന്നിട്ടുകൊണ്ട് വന്ന് ഈ ഗോസ്റ്റിൻ്റെ സ്കിന്നിട്ടുകൊണ്ട് വന്ന് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചെന്നും പറഞ്ഞ് ഈ സ്റ്റോൺ ആക്സ് ഉണ്ടല്ലോ അതെടുത്ത് ബോബീനെ അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ബോബീനെ അടിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് വിചാരിച്ച് ഇവനിക്ക് ക്രിയേറ്റീവ് മോഡാക്കാനുള്ള ഹാക്കൊക്കെ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടി ഇങ്ങനെ നിൽക്കരുത്. പെട്ടെന്ന് കുറേ സ്റ്റീവിൻ്റെ ക്ലോണുകൾ വന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ സ്റ്റീഫൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അറ്റാക്ക് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പോൾ സ്റ്റീഫൻ പറഞ്ഞു, എടാ നീ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറ, നീ എന്തെങ്കിലും എവിടെ നിൽക്കണ അങ്ങനെ ചോദിച്ചപ്പം അലക്സ് പറഞ്ഞു, നീ എന്തിനാടാ അവനെ അടിക്കാൻ വേണ്ടി പോയേ, അവൻ മര്യാദയ്ക്ക് കളിക്കുമായിരുന്നല്ല, പിന്നെന്തിനു നീ അടിക്കാൻ വേണ്ടി പോയാ, അവൻ നമ്മളോടെ കളിച്ചു വരുന്നല്ലേ, എന്തിനു വെറുതെ അടിക്കാൻ വേണ്ടി പോയാ അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റീഫൻ പറഞ്ഞ്,
സോറി, ഞാൻ നിന്നോട് കുറച്ച് റൂഡായിട്ട് സംസാരിച്ച്, ഞാൻ നിൻ്റെ അടുത്ത് കുറച്ച് റൂഡായിട്ട് സംസാരിച്ച്. നീ കളിച്ചോ, വേൾഡിൽ കളിച്ചോ, നീ എന്തിനാണ് നമ്മളെ വേൾഡിൽ ഹാക്ക് ചെയ്ത് കയറിയത്, നീ ഇപ്പം തന്നെ ഈ വേൾഡിൽ നിന്ന് പോകണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ബോബി തിരിച്ച് ചാറ്റ് റിപ്ലൈ ഇട്ട്. ബോബി പറഞ്ഞത്, നിങ്ങളിത് ഫസ്റ്റ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോയി തന്നേനെ, നിങ്ങൾ എന്തിനാണ് എന്നെ റൂഡായിട്ട് സംസാരിച്ചത്, നിങ്ങൾ അതിനെ അനുഭവിക്കുക തന്നെ ചെയ്യും അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടി കുറച്ച് പേടിച്ച് നിന്ന്. ഇവർ രണ്ടുപേരും വിളിച്ച് കോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായോ, കോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടില്ല നിന്നത്. അല്ലോ, അവൻ്റെ ഫോണിൽ നിന്ന് സ്റ്റീഫൻ്റെ അലക്സിൽ നിന്ന് അലക്സ് സ്റ്റീഫൻ്റെ ഫോണിൽ നിന്ന്, സ്റ്റീഫൻ അലക്സിൻ്റെ ഫോണിൽ നിന്നും അങ്ങനെയല്ലേ വിളിച്ചുകൊണ്ട് വന്നത്. പെട്ടെന്ന് സ്റ്റീഫൻ്റെ ഫോണ് കട്ടാവുകയാണ്. അപ്പം അലക്സ് ചോദിക്കണം, എടാടാ എന്തെങ്കിലും പറ്റിയോ, അങ്ങനെ എടാടാ എന്താ അങ്ങനെ അറിയോ. സ്റ്റീഫൻ ഒരു തരത്തിലുള്ള റിപ്ലൈ കൊടുക്കുന്നില്ല. പെട്ടെന്ന് സ്റ്റീഫൻ്റെ ഫോണ് ഒരു ഗ്ലിച്ചാവുന്ന സൗണ്ട് കേൾക്കുകയും പെട്ടെന്ന് കാൾ ഡിസ്പ്ലേ ആവുകയാണ് ചെയ്യുന്നത്. കഥ ഇവിടെ വെച്ചാണ് അവസാനിക്കുന്നത്. ബോബി 1545 എന്ന് പറഞ്ഞാൽ എത്രമാത്രം സത്യമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇത് ക്രീപ്പി പാസ്റ്റാണ്, വേറൊരു ക്രീപ്പി പാസ്റ്റാണ്. ഇത് എത്രമാത്രം ഷുവറാണെന്ന് അറിഞ്ഞൂടാ, എന്നാലും കുറച്ച് തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഫേക്ക് പ്രൂഫ്സ് ആണെന്ന് അറിയത്തില്ല ഗൈസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ക്രീപ്പി പാസ്റ്റായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം ബൈ.